ഹലോ ഫ്രണ്ട്സ്, ബൈബിൾ പഠിപ്പിക്കുന്ന സമ്പത്തിൻ്റെ പാഠങ്ങളെക്കുറിച്ചുള്ള പ്ലേലിസ്റ്റിനായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്യുക. ഇതിൻ്റെ ആദ്യ ഭാഗം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അധ്യായം 1, ജ്ഞാനം മുതൽ മുടക്കാണ്. വിസ്ഡം ഈസ് ക്യാപിറ്റൽ. തിരുവെഴുത്തുകൾക്കനുസരിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് ഈ വീഡിയോ വിശദീകരിക്കുന്നു. എല്ലാ നാഗരികതകളിലും സമ്പത്തിനെ പലപ്പോഴും ശക്തിയുടെ അളവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മനുഷ്യർ സ്വർണത്തെയും ഭൂമിയെയും സ്വത്തുകളെയും പുകഴ്ത്തുകയും അവയെ വിജയത്തിൻ്റെ പാരമ്യമായി കണക്കാക്കുകയും ചെയ്തു. എന്നിട്ടും ബൈബിൾ അതിന് ആദ്യ താളുകളിൽ മുതൽ തികച്ചും വ്യത്യസ്തമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ജ്ഞാനം രത്നങ്ങളെക്കാൾ വിലയേറിയതാണ്. ഒന്നിന് അതിനോട് കിടപിടിക്കാൻ കഴിയില്ല. ഭൗതിക സമ്പത്ത് ഒരു ഒറ്റ പ്രതിസന്ധിയിലോ സമൂഹത്തിൻ്റെ പ്രക്ഷോഭങ്ങളിലോ അല്ലെങ്കിൽ ഒരൊറ്റ തെറ്റായ തീരുമാനത്തിൻ്റെ പരിണിത ഫലമായോ അപ്രത്യക്ഷമായേക്കാം. എന്നാൽ ബോധമനസ്സിൽ ഒരിക്കൽ കുത്തിവെച്ച ജ്ഞാനം മോഷ്ടിക്കാൻ കഴിയാത്തതും ഒരു ശക്തിക്ക് നശിപ്പിക്കാൻ കഴിയാത്തതുമായ ശാശ്വതമായ മൂലധനമായി മാറുന്നു. ജ്ഞാനമുള്ളവൻ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടാലും എല്ലാം പുനർനിർമ്മിക്കാൻ കഴിയും. എന്നാൽ ജ്ഞാനമില്ലാത്തവൻ നിധികളാൽ ചുറ്റപ്പെട്ടാലും താമസിയാതെ ദാരിദ്ര്യത്തിലെത്തിത്തീരും. മനുഷ്യൻ ആദ്യം നേടേണ്ട ഏറ്റവും വലിയ മൂലധനം ജ്ഞാനമാണ്. കാരണം ദൃശ്യമായതെല്ലാം അദൃശ്യമായതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അദൃശ്യമായത് ചിന്തയ്ക്കുള്ളിലാണ് രൂപപ്പെടുന്നത്. ശരിയായ ചിന്ത അനിവാര്യമായും ശരിയായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു. തെറ്റായ ചിന്ത അനിവാര്യമായും തെറ്റായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുകയും ഉള്ളിൽ തന്നെ വേര് തേടാൻ തുടങ്ങുകയും ചെയ്യുന്നു. സമൃദ്ധിയെക്കുറിച്ചുള്ള ഓരോ പാഠത്തിലും ഒരൊറ്റ സത്യം നിർബന്ധം പിടിച്ചു. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ആത്മീയ അജ്ഞതയുടെ ഒരു ലക്ഷണം മാത്രമാണ്. മനുഷ്യർ പണമില്ലാത്തത് കൊണ്ടല്ല ദരിദ്രരാകുന്നത്, മറിച്ച് ശരിയായി ചിന്തിക്കാനും ആത്മീയ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനും അവർ പഠിക്കാത്തതുകൊണ്ടാണ്. ജ്ഞാനം സ്വീകരിക്കാൻ 3 വഴികളുണ്ട്. ഒന്നിന് മറ്റൊന്നിന് പകരമാകാൻ കഴിയില്ല. ഒന്നാമത്തേത് അച്ചടക്കമുള്ള പഠനമാണ്. സത്യത്താൽ മനസ്സ് പോഷിപ്പിക്കപ്പെടുമ്പോഴാണിത്. ശരിയായ ആശയങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ നാം സമയം മാറ്റിവെക്കുമ്പോൾ വളരെ കാലമായി വേരൂന്നിയ തെറ്റായ വിശ്വാസങ്ങളെ മാറ്റി സ്ഥാപിക്കുമ്പോൾ. രണ്ടാമത്തേത് അഗാധമായ നിരീക്ഷണമാണ്. ജ്ഞാനികൾ ജീവിതത്തിൽ നിന്ന് തന്നെ, സംഭവങ്ങളിൽ നിന്ന്, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പഠിക്കുന്നു. ഇവിടെ നിരീക്ഷണം എന്നാൽ ഉപരിപ്ലവമായ നോട്ടങ്ങളല്ല, മറിച്ച് ഓരോ സംഭവത്തിനുള്ളിലും ഒളിഞ്ഞിരിക്കുന്ന തത്വം വായിക്കുക. ഓരോ സാഹചര്യത്തിലും പ്രവർത്തിക്കുന്ന ആത്മീയ നിയമത്തെ തിരിച്ചറിയുക എന്നതാണ്. ഏറ്റവും അടിസ്ഥാനമായ 3ാമത്തെ നിയമമാണ് ശാസ്ത്രീയ പ്രാർത്ഥന. ശാസ്ത്രീയ പ്രാർത്ഥന എന്നാൽ യാചിക്കലല്ല, മറിച്ച് തത്വവുമായുള്ള ഐക്യമാണ്, നിയമവുമായിട്ടുള്ള ഐക്യമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നതുവരെ മനസ്സിനെ ശാന്തമാക്കുന്നതാണിത്. ആ ഐക്യത്തിൽ ജ്ഞാനം പ്രകാശിക്കുന്നു. എമ്മറ്റ് ഫോക്സ് പഠിപ്പിച്ച കേന്ദ്രീകൃതമായ ഒരൊറ്റ പരിശീലനം തിരുവെഴുത്തുകളുടെ ധ്യാനാത്മകമായ വായനയായിരുന്നു. വേഗത്തിൽ വായിക്കുകയല്ല, വിവരങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ്. നിങ്ങളൊരു ഭാഗം വായിക്കുമ്പോൾ അത് 3 തവണ വായിക്കുക. 1ാമത്തെ തവണ വാക്കുകൾ കേൾക്കാൻ, 2ാമത്തെ തവണ അർത്ഥം തേടാൻ, 3ാമത്തെ തവണ ആത്മാവിൽ അത് ആഗിരണം ചെയ്യാൻ അനുവദിക്കാൻ. തുടർന്ന് ഈ സത്യം ബോധമനസ്സിലേക്ക് ലയിച്ചു ചേരുന്നത് വരെ നിശബ്ദമായിരിക്കുക. ഈ നിശബ്ദതയിലാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. താളിലെ അക്ഷരങ്ങളെയല്ല, മറിച്ച് മനസ്സിലെ വെളിച്ചമാണ്. ഇത് വിശ്വസ്തയോടെയും പരിശീലിക്കുന്ന ആർക്കും അവൻ്റെ ചിന്തകൾക്ക് പുനഃക്രമീകരിക്കപ്പെട്ടതായിട്ടും അവൻ്റെ ഭയങ്ങൾ കുറഞ്ഞതായും അവൻ്റെ വിശ്വാസം ശക്തിപ്പെട്ടതായും ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായതായും കണ്ടെത്തും. യേശു ഈ തത്വം പ്രകടിപ്പിക്കാൻ താലന്തുകളുടെ ഉപമ ഉപയോഗിച്ചു. യജമാനൻ ഓരോ ദാസനും ഒരു നിശ്ചിത അളവ് മൂലധനം നൽകി. അത് സംരക്ഷിക്കാനല്ല, മറിച്ച് വർദ്ധിപ്പിക്കാനാണ് അവർ വിളിച്ചത്. താലന്തുകൾ ഇരട്ടിയാക്കിയവർ പ്രശംസിക്കപ്പെട്ടു. എന്നാൽ ഭയം കൊണ്ട് താലന്ത് കുഴിച്ചിട്ട ഒരാൾ ശാസിക്കപ്പെട്ടു. ഇത് വെറും പണത്തിൻ്റെ കഥയായിരുന്നില്ല, അത് ജ്ഞാനത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു. ആശയങ്ങളും വെളിച്ചവും ഗ്രാഹ്യവും സ്വീകരിക്കുകയും ദൈനംദിന ജീവിതത്തിൽ ഫലം കായ്ക്കാൻ അനുവദിക്കുകയും അവയെ പ്രയോഗത്തിലൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരാൾ നിയമത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. എന്നാൽ ഭയം കൊണ്ടോ മടി കൊണ്ടോ ആശയം കുഴിച്ചിടുകയും പ്രവർത്തിക്കാൻ ധൈര്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നവൻ ഉള്ളിലെ സൃഷ്ടിപരമായ സ്വഭാവത്തെ ഒറ്റിക്കൊടുക്കുന്നു. ആത്മീയ നിയമം ശിക്ഷിക്കുന്നില്ല, എന്നാൽ സ്തംഭനാവസ്ഥ അനിവാര്യമായും നഷ്ടത്തിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ധനികരായ വ്യവസായികളിൽ ഒരാളായ ആൻഡ്രൂ കാർണഗി
തൻ്റെ ഏറ്റവും വലിയ സ്വത്ത് സ്റ്റീലോ പണമോ ആയിരുന്നില്ല, മറിച്ച് താൻ സ്വയം രൂപപ്പെടുത്തിയ ആത്മീയ വിദ്യാഭ്യാസമായിരുന്നുവെന്ന് തൻ്റെ വിൽപ്പത്രത്തിൽ സമ്മതിച്ചു. അദ്ദേഹം തൻ്റെ പ്രഭാതങ്ങൾ ചിലവഴിച്ചത് ആശയങ്ങൾക്ക് ഒരു ദർശനം ചെയ്യുന്നതിനാണ്, അല്ലാതെ നാണയങ്ങൾ എണ്ണുന്നതിനല്ല. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരെ തിരഞ്ഞെടുത്തത് അവരുടെ ഡിപ്ലോമകൾ കണ്ടിട്ടായിരുന്നില്ല, മറിച്ച് അവരുടെ ചിന്താ സ്വാതന്ത്ര്യവും അദൃശ്യമായതിനെ നേരിടാനുള്ള ധൈര്യവും കണ്ടിട്ടാണ്. ജ്ഞാനമാണ് യഥാർത്ഥ മൂലധനമെന്നും മറ്റെല്ലാം സമ്പത്തിൻ്റെ രൂപങ്ങളും താൽക്കാലിക നിഴലുകൾ മാത്രമാണെന്നും തിരുവെഴുത്ത് പണ്ടേ പ്രഖ്യാപിച്ചു. ഈ ഒരു ആത്മീയ ജ്ഞാനം അറിയാതെ തന്നെ അദ്ദേഹം പ്രയോഗിക്കുകയായിരുന്നു. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കുന്നതല്ല, മറിച്ച് തത്വവുമായി യോജിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ്. ജ്ഞാനികൾ ബാഹ്യരേഖകൾക്ക് പിന്നാലെ പോകുന്നില്ല, മറിച്ച് മൂലത്തിൽ പരിവർത്തനം തേടുന്നു. അവർ കൂടുതൽ അറിയാൻ പഠിക്കുന്നില്ല, മറിച്ച് ശരിയായി ജീവിക്കാൻ പഠിക്കുന്നു. കൂടുതൽ സ്വത്തുക്കൾ ലഭിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് മനസ്സിനെ ഉറവിടവുമായി ഐക്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരിക്കൽ ഐക്യപ്പെട്ടാൽ സമൃദ്ധി സ്വാഭാവികമായി ഒഴുകുന്നു. ഓരോ ശരിയായ ചിന്തയും ഒരു അദൃശ്യ നിക്ഷേപമാണ്. ഒരിക്കൽ പോഷിപ്പിച്ചാൽ ആ നിക്ഷേപം ശാശ്വതമായ ലാഭവിഹിതം നൽകുന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്നതല്ല അടിസ്ഥാനപരമായ ചോദ്യം, മറിച്ച് നിങ്ങൾ എന്ത് തരം ആശയങ്ങളാണ് ചിന്തിക്കുന്നത് എന്നതാണ്. നിങ്ങൾ കുറവിൽ വിശ്വസിക്കുന്നുണ്ടോ, അതോ മതിയായതിനെ സ്ഥിരീകരിക്കുന്നുണ്ടോ? സമൂഹത്തിൻ്റെ പൊതുവായ ഭയങ്ങളാൽ നിങ്ങൾ ഭരിക്കപ്പെടാൻ അനുവദിക്കുന്നുണ്ടോ, അതോ ആത്മീയ നിയമത്തിൻ്റെ ഉറച്ച അടിത്തറയിൽ നിങ്ങൾ നിലകൊള്ളുന്നുണ്ടോ? ജ്ഞാനം മൂലധനമാണ്. ആ മൂലധനത്തിൽ ജീവിതം മുഴുവൻ ഭരിക്കുന്നു. ഒരൊറ്റ ശരിയായ ചിന്തയ്ക്ക് ഏതൊരു തുകയേക്കാൾ വലുതായ വിധിയെ മാറ്റിമറിക്കാൻ കഴിയും. ഒരു വ്യക്തമായ ദർശനത്തിന് ഒരു ഭൗതിക സ്വത്തിനും ഒരിക്കലും വാങ്ങാൻ കഴിയാത്ത വാതിലുകൾ തുറക്കാൻ കഴിയും. അതുകൊണ്ടാണ് സമൃദ്ധിയിലേക്കുള്ള ഓരോ യാത്രയും ഇവിടെ ആരംഭിക്കേണ്ടത്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങളിലല്ല, ഭൗതിക അവസരങ്ങളുടെ കണക്കുകൂട്ടലിലല്ല, മറിച്ച് ചിന്തയെ സമ്പന്നമാക്കുന്നതിലാണ്. അച്ചടക്കത്തോടെ പഠിക്കുക, ആഴത്തിൽ നിരീക്ഷിക്കുക, ശാസ്ത്രീയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ജ്ഞാനം ശാശ്വത മൂലധനമായി മാറും. ആ മൂലധനം നിങ്ങൾക്ക് സ്വന്തമാകുമ്പോൾ നിങ്ങൾക്ക് ഇനി നഷ്ടത്തെ ഭയപ്പെടേണ്ടതില്ല, കാരണം ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് വീണ്ടും പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. അതിലുപരിയായി നിങ്ങൾക്കുള്ളിലെ ദൈവത്തിൻ്റെ ജ്ഞാനം അക്ഷയമായ ഒരു നിധിയാണെന്നുള്ള ഉറപ്പോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരിക്കലും എടുത്തു കളയാൻ കഴിയാത്ത നിധി. ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക.